ഗ്രീഷ്മ ഈ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. കഷായം ഗ്രീഷ്മ ഈ പേര് പറഞ്ഞാൽ മനസ്സിലാകാത്തവർ വളരെ കുറവുമായിരിക്കും. ആത്മാർത്ഥമായി സ്നേഹിച്ച യുവാവിനെ സ്നേഹം നടിച്ച് വീട്ടിലോട്ട് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തിക്കൊന്ന ഗ്രീഷ്മ. ഒരുപാട് വേദന സഹിച്ചാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത്. ഷാരോൺ എന്നാണ് ഗ്രീഷ്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ച യുവാവിൻ്റെ പേര്. യുവാവിനെ കൊന്നത് മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കൂടിയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത്. 11 ദിവസം ഹോസ്പിറ്റലിൽ ഒരുപാട് വേദന സഹിച്ചാണ് ഷാരോൺ കഴിഞ്ഞിരുന്നത്. അപ്പോഴും ഗ്രീഷ്മയെ അവൻ അവിശ്വസിച്ചില്ല. ഗ്രീഷ്മയുടെ മനസ്സിൽ ചെകുത്താൻ ചിന്ത എന്നാണ് കോടതിയിൽ പറഞ്ഞത്. ഒരുപാട് ഗൂഢാലോചന നടത്തിയതിനു ശേഷമാണ് ഷാരോണിനെ ഗ്രീഷ്മ ഇല്ലാതാക്കിയത്. നാക്കിൻ്റെ ഒരു ഭാഗം അടർന്നു പോകുന്ന രീതിയിലായിരുന്നു ഷാരോണിൻ്റെ അവസാന നാളുകൾ. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഇല്ലാതാക്കി ഷാരോണിൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി ഗ്രീഷ്മ. ഒരുപാട് വിഷമത്തോടെയല്ലാതെ ഈ മരണവാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഷാരോൺ അവസാന നാളുകളിൽ അനുഭവിച്ച വേദന അത് ഓർക്കുമ്പോൾ തന്നെ ആരുടെയും മനസ്സിൽ ഒരിറ്റ് കണ്ണുനീർ പൊഴിയും. ഗ്രീഷ്മയിൽ നിന്നും ഷാരോണിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. 1. ഒരാളെയും ആത്മാർത്ഥമായി സ്നേഹിക്കരുത്, വിശ്വസിക്കരുത്. ഷാരോൺ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെയും വിശ്വസിച്ചതിൻ്റെയും ഫലമാണല്ലോ അവൻ്റെ ജീവിതം ഇല്ലാതായത്. ഒരാളെയും, അത് നമ്മുടെ വീട്ടുകാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, നാട്ടുകാരാകട്ടെ, ആരെയും അമിതമായി സ്നേഹിക്കരുത്, വിശ്വസിക്കരുത്. അധികമായാൽ അമൃതും വിഷം. സെൽഫ് ലവ്, അതാണ് ഇമ്പോർട്ടൻസ്. അവനവനിൽ വിശ്വസിക്കൂ. മറ്റാരെയും അമിതമായി കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്വന്തം നിഴൽ മാത്രമേ നമ്മളെ ചതിക്കാതെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകണം. 2. കുറെ പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ മാനസിക ഇമോഷൻസിന് വില കൊടുക്കണം. മറ്റുള്ളവരുടെ സ്നേഹത്തിന് വില കൊടുക്കണം. വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ മാത്രം ഒതുക്കാതെ മാനുഷിക മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം കൂടി ചെറുപ്പത്തിലെ സ്കൂളുകളിൽ നിന്നും നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനായി ഒരു സമയം സ്കൂളിൽ ടീച്ചേഴ്സ് കണ്ടുപിടിക്കണം. മാനുഷിക മൂല്യങ്ങൾക്കുള്ള വില കുട്ടികൾ മനസ്സിലാക്കട്ടെ. അവരത് മനസ്സിലാക്കി വളരട്ടെ. അത് ചെറുപ്പത്തിലെ തന്നെ നൽകണം, അക്കാഡമിക്കിൽ നിന്നായാലും വീടുകളിൽ നിന്നായാലും. 3. കുടുംബ ബന്ധം. ഗ്രീഷ്മയുടെ വീട്ടുകാരും ഷാരോണിൻ്റെ മരണത്തിലെ പ്രതികളാണ്. കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. സ്നേഹിക്കാൻ പഠിപ്പിക്കുക. കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കാതിരിക്കുക. കുടുംബ ബന്ധങ്ങളിലെ സ്നേഹമായിരിക്കണം ഓരോ കുട്ടിയുടെയും മാതൃക. സ്നേഹത്തിന് എക്സാമ്പിൾ എന്തെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളാണ് അതിന് ഉദാഹരണമെന്ന് ഓരോ കുട്ടിക്കും പറയാൻ കഴിയണം. അത്തരത്തിലുള്ള സ്നേഹമുള്ള കുടുംബത്തിൽ വളർന്ന കുട്ടികൾക്ക് നല്ല വളർച്ചയും അറിവും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നവരും ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ മുമ്പിൽ അമിതമായി വഴക്കിടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുടുംബങ്ങളിൽ സ്നേഹം നിറയ്ക്കുക. ഗ്രീഷ്മയുടെ വിധിക്കായി കേരളക്കരയാകെ കാത്തിരിക്കുകയാണ്. കേരളം മാത്രമല്ല, നമ്മുടെ ഈ കേസ് അറിയാവുന്ന എല്ലാവരും ഗ്രീഷ്മയുടെ വിധിക്കായി കാത്തിരിക്കുകയാണ്. അതെന്തു തന്നെയായാലും ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്നാണ് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത്. ഷാരോണിൻ്റെ സ്വപ്നം, ഷാരോണിൻ്റെ വീട്ടുകാരുടെ സ്വപ്നം, ഗ്രീഷ്മയുടെ ജീവിതവും കൂട്ടത്തിൽ ഗ്രീഷ്മ തന്നെ ഇല്ലാതാക്കി. ഏതായാലും വിധി വരാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും കോടതിയുടെ വിധിയെന്ന്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ആരും ഇനി ഇതൊരു തുടർപാഠമാക്കരുത്. ഗ്രീഷ്മയുടെ ജീവിതം പോലെ ആരും ജീവിതം നശിപ്പിക്കരുത്. സ്നേഹിക്കൂ, സ്നേഹം നിറയ്ക്കൂ. അത്രയും ഉള്ളൂ എനിക്കിന്ന് പറയാൻ. ആരെയും ചതിക്കാതെ മുന്നോട്ട് പോകുക. കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കുക. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുക.